ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന നുറുക്കു ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കാം. പിന്നെ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാം ശർക്കരയാണുള്ളത്. മധുരം കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര എടുക്കാവുന്നതാണ്. നമുക്ക് ഈ നുറുക്കു ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നുറുക്കു ഗോതമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നികത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നല്ല പാനിയായി വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം അരിച്ചിട്ടെടുക്കാം. അതുപോലെ തന്നെ നുറുക്കു ഗോതമ്പ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ നുറുക്കു ഗോതമ്പിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. നെയ്യ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അതല്ല കുറച്ചും കൂടെ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ചെറു തീയിലിട്ടിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ നുറുക്കു ഗോതമ്പ് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. ആ ഒരു പാകം വരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി നന്നായിട്ട് തന്നെ നുറുക്കു ഗോതമ്പ് ശർക്കര പാനിയിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മാത്രമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. 2ാം പാലാണ് ചേർക്കേണ്ടത്. 2ാം പാലിൽ കിടന്നിട്ട് ഈ നുറുക്കു ഗോതമ്പ് ഒന്നുകൂടെ ഒന്ന് വെന്ത് നന്നായിട്ട് തന്നെ കുറുകി വരണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് നുറുക്കു ഗോതമ്പായിരുന്നു. അതിലേക്കായിട്ട് 1.5 കപ്പ് 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കുറുകി വരുന്ന രീതിയിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പായസം നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് പായസം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3/4 മുതൽ 1 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം 1ാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പായസം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ പായസം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും കൂടെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ആദ്യം തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം കാഷ്യൂം കിസ്മിസും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ നുറുക്കു ഗോതമ്പ് പായസം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. എല്ലാവരുടെ വീട്ടിലും നുറുക്കു ഗോതമ്പ് എന്താണല്ലോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള ഓണം സ്പെഷ്യൽ റെസിപ്പീസൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.